ചങ്ങായിമാരെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം വെച്ചാൽ നമ്മളെ കുംഭമേളയിൽ മുസ്ലിം സഹോദരങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമ്മൾ ഓൺലൈൻ മീഡിയയിലും ശരി മെയിൻ സ്ട്രീം ചാനലുകാരായാലും ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഓൺലൈൻ ചാനലുകാർ സംഖ്യകളെ പറ്റി ജീവിക്കുന്ന, അതായത് ഹിന്ദുക്കളല്ല സംഘി പൊട്ടന്മാരെ പറ്റി ജീവിക്കുന്ന ഓൺലൈൻ ചാനലുകാർ പറയുന്നത് വെച്ചാൽ അവിടെ ഉണ്ടായ ഈ 30ഓളം ആൾക്കാർ മരിച്ചില്ല. 30ഓളം ആൾക്കാരൊന്നും പോലെ ഒരുപാട് ആൾക്കാർ അധികമാണ്. പക്ഷേ അതൊന്നും അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് ഇവർ പുറത്തു വിടുന്നില്ല. ആ മരണത്തിന് വരെ കാരണം മുസ്ലിങ്ങളാണെന്ന് പേരെടുത്ത് പറയുന്ന ചാനലുകാരുണ്ട്. പക്ഷേ അവർ രൂപവും പിന്നെ എന്താ പറയുക വസ്ത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയുന്നുള്ള സ്ഥിരം ടോക്ക് ഉണ്ടല്ലോ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കേരളത്തിലെ ചാനലുകാർ കാണിച്ചില്ലെങ്കിലും ഹിന്ദി ചാനലുകാർ കാണിച്ച മുസ്ലിങ്ങൾ ചെയ്യുന്ന സഹായത്തിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം. ഹിന്ദിയിലാണ് അതിൽ സംസാരിക്കുന്നത്. മനസ്സിലാകാത്തവർക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. ഒന്ന് കണ്ടു നോക്ക്. ज़्यादा समस्या लोगों को रुकने की और टॉयलेट्स की थी, तो इस पूरे मोहल्ले के जहां मैं खड़ा हूं इसके पीछे जितना पॉकेट है सारी मुस्लिम आबादी का पॉकेट है. सब ने अपने अपने घरों को खोल दिया. अपने ज़्यादा ज़रूरत बाथरूम की थी, फ्रेश होने की थी, वो सब ने मिलके सबको मदद किया. सारे धर्म के लोग लगे हुए थे. हिंदू मुस्लिम सब है, लेकिन सबने एकता दिखाई और सबको सपोर्ट किया. किसी ने अपने घर का कुछ खोल दिया कि सब श्रद्धालुओं को किसी तरीके की दिक्कत ना हो. किसी ने गत्ता दे दिया, बिछाने के लिए व्यवस्था कर दी, पानी का, खाने का, जो जिससे हो पाया. उन्होंने ओढ़ने का कंबल कोई ला के दिया अपने घर से, कोई कुछ किया. मतलब किसी भी श्रद्धालु को कोई भी दिक्कत यहाँ नहीं हुई. ये एक्चुअली में मिली जुली आबादी है. यहाँ पे सिख भी है, मुस्लिम भी है, हिंदू भी, सब मिलजुल कर पूरे हौसले के साथ जितने भी श्रद्धा रहे उनके लिए सेवा कर रहे हैं. हम लोग आगे करते रहेंगे. और भी ये हम लोगों ने कल से यहाँ पे भंडारा चलाना शुरू किया है. ये गंगा जमुना तहजीब के तहत हम लोग बरसों से चलाते चले आ रहे हैं. और कल पूरे दिन जितना रश था, इतना रश हम लोगों ने कभी नहीं देखा. और पूरे दिन सुबह 11 बजे से जो शुरू हुआ है भंडारा, रात में 9 बजे तक चला है. और अंदर की गलियों में हम लोगों ने अपने अपने घरों को खोल दिया और पूरे उनको कंबल और सारी चीजें प्रोवाइड की. लोगों को बहुत परेशानी हो रही थी. जितना भी हम लोगों से संभव हो सका हम लोगों ने उनकी मदद की. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വസ്ത്രങ്ങളായാലും ശരി, ഭക്ഷണങ്ങളായാലും ശരി, താമസ സൗകര്യങ്ങൾ, ടോയ്ലറ്റ്, ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം ഒരുപാട് സഹായം അവിടെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അതായത് അവിടെ ഹിന്ദു മുസ്ലിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ യാതൊരു പ്രശ്നമില്ല. അവരെല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സംഘി ചാനലുകാർ, ഈ പൊട്ടന്മാരെ പറ്റി ജീവിക്കുന്ന സംഘികൾ, അവർ ഈ ഏതെങ്കിലും നല്ലവരായ ഹിന്ദുക്കളെ ഈ വാർത്ത പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ തെറ്റിദ്ധരിയിൽ വീണ് പോലെ നിങ്ങൾ എന്ത് സത്യാവസ്ഥ കൃത്യമായി മനസ്സിലാക്കുക. ഇവർ ഈ പൊട്ടന്മാരെ സംഘികളെ പറ്റിച്ച് തന്നെ ജീവിക്കും. ഏറ്റവും കൂടുതൽ വർഗീയ പരത്തുന്ന ഓൺലൈൻ ചാനലുകാർ എൻ്റെ അതിൽ ഈ കേരളത്തിലുള്ളത്. അവരിങ്ങനെ എങ്ങനെയെങ്കിലും ഇവർക്ക് പൈസയെ കൊണ്ടും ഈ പൊട്ടന്മാരാ സംഖ്യകൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അതിലൊന്നും വീഴാൻ പാടില്ല. നല്ലവരായ ആൾക്കാർ ഇത് ഏത് മതത്തിലായാലും പ്രശ്നക്കാരുണ്ട്. ഇനി ആരിനി എന്ത് തെറ്റ് ചെയ്താലും ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് ഏത് മതക്കാർ തെറ്റ് ചെയ്താലും ഞാൻ കൃത്യമായിട്ട് ചെയ്യും. രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞാൻ നോക്കില്ല, ഞാൻ കൃത്യമായി വിമർശിക്കുക ആര് ചെയ്താലും.